അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലീഗുനാണെങ്കിൽ ഇതിന്റെ ബ്രദർ ലീഷനാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ എനിക്കറിയാമെന്ന് ക്യുജോങ് പറയുന്ന ടൈമിൽ ഇടയിൽ കയറുന്ന ലീഷനാണെങ്കിൽ ഞാൻ ഫേമസ് ആയതുകൊണ്ടായിരിക്കാലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ചിട്ട് അതങ്ങ് അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് ക്യുജോങ് ഇവനെ പറ്റി സംസാരിക്കുന്നത് എന്തോ ഇഷ്ടമില്ലാത്ത പോലെ. ലീഗുനാണെങ്കിലും ഇത് കാണുമ്പോൾ ഡൗട്ട് അടിക്കുന്നതും ആള് നിന്റെ ഫസ്റ്റ് ലവ് ആണല്ലോ എന്ന് ചോദിക്കുന്ന ലീഷിനോട് ഞാനന്ന് മുങ്ങി മരിക്കാൻ പോയ ടൈമിൽ എന്നെ രക്ഷിച്ച പെൺകുട്ടിയില്ലേ ആൾ ഇവളാണെന്ന് ലീഗുൻ പറയുന്നതും അമ്മൂമ്മയുടെ വീടിന്റെ അവിടെ വെച്ചിട്ടുണ്ടായ ഇൻസിഡന്റ് അല്ലേ, എന്തായാലും സമ്മതിക്കണം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഡോക്ടറും പേഷ്യൻ്റായിട്ട് കണ്ടുമുട്ടിയില്ലേ എന്നൊക്കെ പറയുന്ന ലീഷിന്റെ മുഖത്ത് അത്ര സന്തോഷമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എന്തെങ്കിലും കുടിക്കെടുക്കാന്ന് പറയുന്നതും ലീഗുനാണെങ്കിലോ ഇവളുടെ കയ്യിൽ പിടിക്കുന്ന ടൈമിൽ ലീഷിന് നല്ല വിഷമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഏജൻസിയിൽ ടെമ്പററി ഡോക്ടറാണ് ക്യുജോങ് എന്ന് ലീഗുൻ അവിടെ പറയുന്നതും ഞാൻ ജസ്റ്റ് നിന്നെയായിട്ട് സംസാരിച്ചിരിക്കാൻ വന്നതാ, ഇനി പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് ലീഷൻ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ക്യുജോങ് ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ലീഷൻ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താ തനിക്ക് എന്തോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ, വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലോ ഇനി ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ലീഷൻ അറിയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വരാമെന്ന് പറയുന്നതും ആ ടൈമിൽ ലീഗുനാണെങ്കിൽ എന്തോ ഒന്ന് ബാഗിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ലീഷൻ നോക്കുന്ന ടൈമിൽ അത് മറയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പോകുന്ന ടൈമിൽ ഇവളുടെ ഫോണിൽ ഇതുവരെ ചാർജ് ഇല്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇവൻ വാങ്ങിയ പുതിയ ചാർജർ ആയിരിക്കും. അങ്ങനെ ക്യുജോങ് ആണെങ്കിൽ ഇങ്ങോട്ടാ വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരായിരുന്നു, പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ ടെമ്പററി ഡോക്ടറായിട്ട് കയറിയതാ, അതുകൊണ്ടാ പറയാഞ്ഞത്. ലീഗുൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയതുകൊണ്ട് തന്നെ ആളെ പ്രത്യേകിച്ച് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ലീഷനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് വന്നത് വെറും ഒരു പേഷ്യന്റ് എന്നുള്ള രീതിയിലാണോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അതുപോലെ ഒരു പേഷ്യന്റിനോടുള്ള ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ, അങ്ങനെയാണോ ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്ന ലീഷനാണെങ്കിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചേട്ടന്റെ ഫസ്റ്റ് ലവ് ആണല്ലോ അല്ലേ, അപ്പോൾ പിന്നെ കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഫസ്റ്റ് ലവ് അല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ, കാരണം ലീഗുൻ എൻ്റെ പേഷ്യൻ്റ് ആണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ലീഷനാണെങ്കിൽ ചേട്ടൻ്റെ എല്ലാ ബാഡ് മെമ്മറീസും മാഞ്ഞു പോയെന്നല്ലേ പറഞ്ഞത്, പക്ഷേ ചേട്ടൻ ആ കുളത്തിൽ വീണ കാര്യം അത് ചേട്ടൻ ഒരു ബാഡ് മെമ്മറിയാണ്, എന്നിട്ടും അത് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അപ്പോൾ ലവ് എന്ന് പറയുന്നത് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്നാണ് ഇവൻ അവിടെ ചോദിക്കുന്നത്. ലീഷനാണെങ്കിലും ഞാൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഇവൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ലീഷൻ അവിടെ നിന്നും പോകുന്ന ടൈമിലാണെങ്കിലോ ഇവൻ എന്താ ഇത്രയ്ക്കും ദേഷ്യപ്പെടുന്നത്, ഒരുപക്ഷെ ഇതിനെപ്പറ്റി പറയാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഇതേ ടൈമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ലീഗുനാണെങ്കിലും ആലോചിക്കുന്നത് തേയോങ് ഇവനോട് ചോദിച്ചിരുന്നു ക്യുജോങ് തന്റെ ഫസ്റ്റ് ലവ് ആണെന്നുള്ളത് ഉറപ്പുണ്ട് എന്ന്. അതായത് ഒരു ഹോസ്പിറ്റലാകുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടും വന്നിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയതാവില്ലേ എന്ന് ചോദിക്കുന്ന തേയോങ്ങിനോട് എൻ്റെ മെമ്മറിക്ക് ഒരു പ്രശ്നമില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് ഇവൻ മറുപടി കൊടുത്തിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ലീഗുനാണെങ്കിൽ ഒന്നും ഇടാതെ വന്നിട്ട് ഫ്രിഡ്ജ് തുറക്കുന്നതും അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന ക്യുജോങ് ആണെങ്കിൽ ഇവനെ നോക്കാതെ തന്നെ ഞാൻ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ബെറ്റിൽ ജയിക്കണല്ലോ, എനിക്ക് കുറച്ച് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടെന്ന് പറയുന്നതും ഇവളെ കാണുന്ന ലീഗുനാണെങ്കിൽ ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ ഇവൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിന്റെ ബാക്കിൽ ഒളിക്കുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ കാണാതെ എങ്ങനെ എസ്കേപ്പ് ആവാന്നായിരിക്കും ലീഗുൻ ആലോചിക്കുന്നത്. ഇവളാണെങ്കിലും അല്ല ഞാൻ ഈ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ബെറ്റിൽ തോക്കുന്നു പേടിച്ചിട്ടാണോ എന്നെ ഇവിടെ താമസിപ്പിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ലീഗുനാണെങ്കിലോ പിന്നെ അതൊന്നുമല്ല, ഒരാണും പെണ്ണും ഒരു റൂമിൽ താമസിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയുന്ന ലീഗുനോട് എന്ത് പ്രശ്നം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്നോട് ഫീലിങ്സ് ഇല്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ നമ്മൾ കൊളീഗ്സ് അല്ലേ, ഡ്രസ്സൊന്നും ഇടാതെ അല്ലല്ലോ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവൾ നോക്കുന്ന ടൈമിൽ ലീഗുൻ മറിഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാന്ന് പറയുന്നതും ഞാനും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ക്യുജോങ് വരുന്ന ടൈമിൽ അതൊന്നും വേണ്ട എന്ന് ഇവൻ പറയുന്നുണ്ട്. ആ ടൈമിലാണ് ഇവൾ അവിടെ ഒരു ചാർജർ കാണുന്നതും അതെടുക്കാൻ പോകുന്ന ടൈമിൽ ഇവൻ നൈസായിട്ട് എസ്കേപ്പ് അടിക്കുന്നുണ്ട്. ഇത് പുതിയതാണല്ലോ, എനിക്ക് വേണ്ടി വാങ്ങിയതാണോ എന്ന് ചോദിക്കുന്നതും ഇവൾ റൂമിൽ പോയി നോക്കുമ്പോൾ ഇവൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇത് പുതിയതാണോ എനിക്ക് വാങ്ങിയതാണോ എന്ന് ചോദിക്കുന്ന ക്യുജോങ്ങിനോട് പിന്നെ തനിക്കിത് വാങ്ങിത്തരാൻ താൻ എൻ്റെ ആരാ, ഇതിവിടെ മുന്നുള്ളതെങ്ങാനും ആയിരിക്കും എന്ന് പറയുന്ന ലീഗുനോട് പുതുതായിട്ട് വാങ്ങിയ ഈ ഫ്ലാറ്റിലല്ലേ ഇവളോട് ചോദിക്കുന്നുണ്ട്. എന്താ പിന്നെ നീ എന്താ വിചാരിച്ചത് ഞാൻ വാങ്ങി തന്നതാണെന്നോ, അങ്ങനെ നീ പ്രൂവ് ചെയ്താൽ ഞാൻ അപ്പം തന്നെ നിന്നെ സെലക്ട് ചെയ്യാം, എന്താ പ്രൂവ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ലീഗുനാണെങ്കിൽ ഞാൻ കളി കാണാൻ പോവാം, നീ ഉണ്ടോന്ന് ചോദിക്കുന്നതും അതെന്തായാലും നന്നായി, എനിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാലോ എന്ന് പറഞ്ഞ് സ്നാക്സും കൂടി കയ്യിലെടുത്താലോ എന്ന് ചോദിക്കുന്ന ക്യുജോങ്ങിനെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ലീഷനാണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുന്ന ടൈമിൽ അമ്മയാണെങ്കിലോ കോച്ച് പറഞ്ഞത് ഒരുപാട് നേരമായി അവിടെ നിന്ന് പോന്നിട്ടെന്ന, നീ പിന്നെ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നതും ചേട്ടന്റെ വീട്ടിലായിരുന്നു എന്ന് പറയുന്ന ലീഷനോട് അമ്മയാണെങ്കിൽ ചൂടാവുന്നുണ്ട് കേട്ടോ. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ, നിനക്കെന്താ ബോധമില്ലേ, ഒരു നോർമൽ ലൈഫ് മറ്റുള്ളവരെ പോലെ ജീവിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ട് നീ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, നിന്റെ ഈ ഒരു കാര്യത്തിന് നടന്നിട്ട് നിന്റെ ചേട്ടനെ പോലെ ഞങ്ങൾക്ക് ശരിക്കും നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ ഇവനാണെങ്കിലും അമ്മയുടെ കാലിൽ വീണിട്ട് ക്ഷമിക്കണം മഹാറാണി, അടിയൻ ചെയ്ത തെറ്റിന് അടിയനെ കൊന്നാലും എന്നൊക്കെ പറയണം. അതായത് ആൾ നല്ല ഫിറ്റായി എന്ന് മനസ്സിലാക്കുന്ന അച്ഛനാണെങ്കിൽ അതെ ഇവൻ നല്ല ഫിറ്റാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും കൊണ്ടുപോകുന്നതും അപ്പോൾ ലീഷനാണെങ്കിലും അവസാനം ഞാൻ എൻ്റെ ചേട്ടനായിട്ട് നന്നായിട്ട് ക്ലോസ് ആയി, ഞാനിപ്പോൾ അത് ശരിക്കും എൻജോയ് ചെയ്യാന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ വളരെ നല്ല കാര്യം എന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ കളി കാണുന്ന ക്യുജോങ് ആണെങ്കിൽ അത് ഫൗളല്ലേ എന്ന് ചോദിച്ച് ഇവന്റെ അടുത്തേക്ക് ക്ലോസ്
ക്ലോസ് ആയിട്ട് വരുന്നതും ഇത് തിരിച്ചറിയുന്ന ക്യുച്ചോങ് ആണെങ്കിൽ അല്ല താനെന്താ എൻ്റെ അടുത്തേക്ക് വന്നത്, അതെ ഇതൊന്നും ഇവിടെ നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ശരിയാ സോഫ താനെ അങ്ങോട്ട് വന്നതെന്ന് പറയുന്നതും അപ്പോഴാണ് ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നത്. ഇവളാണെങ്കിലും അത് ഫൗളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവന് ചിരിയാണ് വരുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ലീഗുനാണെങ്കിൽ മീറ്റ് ഒക്കെ ഫ്രൈ ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന ക്യുച്ചോങ് ആണെങ്കിൽ ആഹാ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ എന്ന് പറയുന്ന ടൈമിൽ ഇത് തനിക്കുള്ളതല്ലെന്ന് ലീഗുൻ പറയുന്നതും അതെന്താണെന്ന് ചോദിക്കുന്ന ക്യുച്ചോങ്ങിനോട് തനിക്കറിയത്തില്ല ഈ വേൾഡിലെ ഏറ്റവും വലിയ അഫെക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതാണ്, ഫുഡ് ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോണ്ട് അങ്ങ് കൂടും, എനിക്ക് എന്തായാലും അതിന് താല്പര്യമില്ല എന്ന് പറയുന്നതും ഇതെല്ലാം തനിച്ച് തിന്നാൻ പോവാണോ എന്ന് ചോദിക്കുന്ന ക്യുച്ചോങ്ങിനോട് അതേന്ന് ലീഗുൻ പറയുന്നതും ഇവളാണെങ്കിൽ ശരി തിന്നോ എനിക്ക് സാലഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൾ ഫ്രഷ് ആയിട്ടുള്ള സാലഡാന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിലും മനഃപൂർവ്വം മീറ്റിന്റെ സ്മെല്ല് ഇവൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊതുന്നതും ഇത് താൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കുന്ന ക്യുച്ചോങ്ങിനോട് അത് കൊള്ളാം എനിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടെന്നാണ് ഇവൻ പറയുന്നത്, രാവിലെ ആരെങ്കിലും മീറ്റ് കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം ഇവൻ പറയുന്നതും എനിക്ക് ഉച്ചയ്ക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളുടെ സാലഡ് ഇവൻ എടുത്തു കൊടുത്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇതേ ടൈമിൽ സേ ആണെങ്കിൽ ഇവളുടെ അച്ഛനെ വിളിക്കുന്നതും ഇറ്റലിയും കൊറിയയും കലർത്തിയിട്ടാണ് ഇവൾ സംസാരിക്കുന്നത്. അച്ഛാ എനിക്കൊരു അർജന്റായിട്ട് കൊറിയയിലേക്ക് വരേണ്ടി വന്നു, അത് അറിയിക്കാൻ പറ്റിയില്ല, എൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ബ്ലോക്ക് ആക്കിയില്ലേ, അതൊക്കെ തന്നൂടെ എന്ന് ചോദിക്കുന്നതും നല്ല ചീത്ത അവിടെ നിന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ എന്നെ പാർട്ട് ടൈം ജോലിക്ക് ഇവിടെ നിങ്ങൾ സമ്മതിക്കത്തില്ല, പിന്നെ എങ്ങനെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്നതും അച്ഛനാണെങ്കിൽ ദേഷ്യത്തിൽ കോള് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിച്ച് തിരിച്ചു പോകേണ്ടി വരും എന്നാണ് ഇവളിവിടെ പറയുന്നത് കേട്ടോ. അതിനുശേഷം ഒരുപാട് ബിയർ ക്യാൻ ഉണ്ടാകും, അത് വേസ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ പൈസ കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഇവളാണെങ്കിൽ ആരും കാണാതെ വീട്ടിലൊരു കുഴി എടുക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഹ്യൂൻ വരുന്നതും ഇതെന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് ജസ്റ്റ് വാട്ടർ ആണെന്ന് സയ്യ പറയുന്നതും അത് വാട്ടർ അല്ല ആൽക്കഹോൾ ആണെന്ന് എനിക്കറിയാം, ഇതെന്തിനാ കുഴിച്ചിടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ നിന്റെ അമ്മൂമ്മ ഈ കിംചി ഗ്രൗണ്ടിൻ്റെ ഇടയിൽ വെക്കല്ലേ അതെന്തിനാ, അത് പ്രഷ്യസ് ആയതുകൊണ്ടല്ലേ, അതുപോലെ ഇതും പ്രഷ്യസ് ആണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ പൈസ ഇല്ലാലേ, ഫോണിലൂടെ പറയുന്നത് ഞാൻ കേട്ടു, ഇതെൻ്റെ കുടുക്കുക, ഇതിലുള്ള കാശ് മൊത്തം ചേച്ചി എടുത്തോ, ഒന്നില്ലെങ്കിലും ചേച്ചി എൻ്റെ ഫാമിലി അല്ലേ എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ശരിക്കുള്ള ഫാമിലിയേക്കാൾ നീ വളരെ പ്രഷ്യസ് ആണടാ എന്ന് പറഞ്ഞ് ഒരു നാണയില്ല എൻ്റെ ആ കുടുക്ക വാങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ ഡബിളായിട്ട് ഞാൻ തിരിച്ചു തരുന്നു. ഇവളാണെങ്കിലോ പിന്നീട് ഒരു ടാക്സിയെ വിളിക്കുന്നതും ജിൻചോണിലേക്ക് പോകണം എന്ന് പറയുന്ന ഇവളാണ്. അല്ല ഞാൻ എങ്ങനെ പേയ്മെന്റ് നടത്ത്, പൈസ മൊത്തം ഈ കോയിൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് ഇവളാണെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ടൈമിലാണ് ലീഷിനെ അവിടെ കാണുന്നതും ആദ്യം ഇവള് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും പിന്നെ ഇവൾക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഇവനാണെങ്കിലോ ഫോണിൽ അമ്മയെ വിളിക്കുന്നതും അമ്മ നല്ല ചീത്ത പറയുന്ന ടൈമിൽ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇവൻ ടെൻഷൻ അടിക്കുന്ന ടൈമിൽ അവളൊന്ന് വന്നിരുന്നെങ്കിൽ അവളെ കണ്ടിട്ട് പോവായിരുന്നു എന്ന് പറയുന്നുണ്ട്. കിച്ചോങ്ങിനെയാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. ഇതേ ടൈമിൽ ഇത് കേൾക്കുന്ന സേ ആണെങ്കിൽ ദേ ഞാൻ വന്നു ഇനി പോവാന്ന് പറയുന്നത് ഇത് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് ഇവളെ അടിച്ചിട്ട് ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട്. അതെ നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുന്ന സയ്യോട് അയ്യോ പൊന്നേ വേണ്ട, നിന്റെ അച്ഛൻ ഏർപ്പാടാക്കിയ ഒരാള് നമ്മുടെ ഫോട്ടോസ് എടുത്ത് ഏജൻസിയിലേക്ക് അയച്ചിരുന്നു, അയാൾക്ക് എന്താ ഭ്രാന്ത് ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ഡേറ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നല്ലോ, അപ്പൊ ഇതെന്തായാലും മെമ്മറീസ് ആയില്ലേ കൊച്ചു ഗള്ളൻ എന്നൊക്കെ പറയുന്നതും അതെ നിന്റെ അച്ഛനോട് ഫോട്ടോ എടുക്കുമ്പോൾ ഫിൽറ്റർ ഉപയോഗിക്കാൻ പറയണേ, ഫോട്ടോ കണ്ടാൽ മതി എന്നാണ് ലീഷൻ പറയുന്നത്. സേ ആണെങ്കിലും അമ്മയോട് നുണ പറയായിരുന്നു അല്ലേ, ഇതാണോ നിന്റെ ഗ്രൗണ്ട്, ട്രെയിനറെ ഒന്നും കാണാനില്ലല്ലോ എന്ന് പറയുന്നതും നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന ഇവനോട് സേ പറയുന്നത് വണ്ടി എടുക്കാനാണ് കേട്ടോ. അതിനുശേഷം ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഇവരിങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിലോ ലീഷിനെ വെയിറ്റ് ചെയ്യുന്നതും അതായത് ഫുഡ് ഒരുമിച്ച് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, തൊട്ടപ്പുറത്തായിട്ട് ലീഗുനും സെയിം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ലീഗുനാണെങ്കിൽ അതെ നിനക്ക് ഈ സെക്ഷൻ താല്പര്യമില്ലെങ്കിൽ നീ അങ്ങ് പോയേക്ക്, വെറുതെ അവളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സേ ആണെങ്കിൽ എന്തത്ര സോഫ്റ്റ് കോർണർ, അല്ല നിങ്ങൾ തമ്മിൽ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ ഞെട്ടിയിട്ട് അവിടെ പറയുന്നത് അതെ തനിക്ക് അവളെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അങ്ങ് പറഞ്ഞയച്ചേക്ക്, അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്ന ക്യുചോങ് ആണെങ്കിൽ ഇതിന് പറ്റിയൊരു ഡോക്ടറായിട്ടാണ് വരുന്നത്, ഇങ്ങോട്ട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും, ആരും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ലെക്ചർ അടിക്കുന്ന ടൈമിൽ അതെ എന്നെ ഇഷ്ടമുള്ള പോലെ താൻ അഭിനയിക്കേണ്ട, എനിക്കിതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. ലീഗുനാണെങ്കിൽ ഇത് വല്ലതും നടക്കുമെന്ന് ചോദിക്കുമ്പോൾ അവളെ കൊണ്ട് ടെസ്റ്റിന് ഞാൻ സമ്മതിപ്പിക്കും, താൻ നോക്കിയിരുന്നു എന്നാണ് കേട്ടോ ക്യുചോങ് പറയുന്നത്. ഇതേ ടൈമിൽ സെയ ലീഷിനെയും കൊണ്ടുപോകുന്നത് ഒരു പക്ക ഗ്രാമത്തിലേക്കായിരിക്കും. ഇവളാണെങ്കിൽ ആഹാ എന്തു ഭംഗിയാല് നല്ല മണം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റലിയിൽ താമസിക്കുന്ന തന്നെ പോലുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമെന്നാണ് ഇവൻ ചോദിക്കുന്നത്. അതേ ടൈമിൽ വയസ്സായ ഒരു അമ്മാമ്മ ഒരു ചാക്കും ചുമന്ന് വരുന്നത് കാണുന്ന ഇവളാണെങ്കിൽ ആ ചാക്ക് ഇവന്റെ തലയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കഷ്ടപ്പെട്ടത് ചുമന്നു പോകുന്ന ലീഷിനെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ സെയാണെങ്കിലും അവിടെയുള്ള പബ്ലിക് സർവീസ് ഓഫീസിലേക്ക് പോകുന്നതും അവിടുത്തെ ഓഫീസർ ആണെങ്കിൽ ഇവളെ കാണുമ്പോഴേക്കും മോളെന്ത് ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്തായി, അയാളെ പറ്റി എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിക്കുന്ന ടൈമിൽ അതായത് ഇവള് ലീഗുവിനെ പറ്റിയിട്ടാട്ടോ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇയാളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മോളെ ഞാൻ വല്ല വിവരം കിട്ടുകയാണെങ്കിൽ അറിയിക്കാന്ന്, എന്തിനാ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ അല്ല ആ ഒരു സമയത്ത് എത്ര പേര് ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു 57 ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്
പറയുന്നതും ഇപ്പോൾ 56 എന്ന് പറയുന്ന ഈ ഓഫീസറോട് അപ്പോൾ ഒരാളാണല്ലേ ഇവിടെ നിന്ന് പോയത്, മിക്കവാറും അയാളായിരിക്കും എന്ന് പറയുമ്പോൾ അയ്യോ അത് 126 വയസ്സായ ഒരു അപ്പൂപ്പനാന്നാട്ടോ ഇയാൾ പറയുന്നത്. ഓ അങ്ങനെയല്ലേ, എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെയുള്ള വയസ്സായ ആളുകളെ മൊത്തം ഞാൻ കാണും, ആർക്കെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവള് പിന്നീട് ഒരു ട്രക്കിൽ നല്ല എൻജോയ് അടിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ സാഡ് മ്യൂസിക്കിൽ കാണിക്കുന്നത് പാവൻ ലീഷൻ പറമ്പിൽ മൊത്തം വളയിടുന്നതും അതും ഏൽപ്പിച്ചതായിരിക്കാം. പിന്നീട് വീഴുന്ന ടൈമിൽ ദേഷ്യത്തിൽ എടി സേന്ന് പറഞ്ഞ് അലറുന്നതായിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ക്യുചോങ്ങിന്റെ സ്ഥിരം പേഷ്യന്റ് ഉണ്ടല്ലോ ആള് വരുന്നതും കഴിഞ്ഞ ആഴ്ചയായിട്ട് എന്താണാവോ പുതിയ പ്രശ്നം എന്ന് ചോദിക്കുന്ന ക്യുചോങ്ങിനോടും എന്റെ ഡോക്ടറെ എനിക്കിപ്പോ മൊത്തം സഫോക്കേഷൻ ആണ്, എന്ത് കഴിച്ചാലും ദഹിക്കാത്ത പോലെ തോന്നുകയാണെന്ന് പറഞ്ഞ് ഇയാൾ അങ്ങ് ബ്ലാ ബ്ലാ അടിക്കുന്ന ടൈമിൽ ഇവളുടെ ചിന്ത മൊത്തം മറ്റൊരിടത്തായിരിക്കും കേട്ടോ. അതിനുശേഷം ഇവള് പിന്നീട് തനിച്ചിരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ലീഗുനാണെങ്കിൽ ഞാൻ എവിടെയൊക്കെ തന്നെ അന്വേഷിച്ചെന്നറിയോ, ഞാൻ മാക്സിമം ചാസിയോനോട് പറഞ്ഞു നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല, അവൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ ഏജൻസിയിലേക്ക് പോകാന്ന് പറയുമ്പോൾ ലീഗുനാകെ വണ്ടർ അടിക്കുന്നുണ്ട് ഇവൾക്ക് ഇത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ. ഇതേ ടൈമിൽ പണിയെടുത്ത് ക്ഷീണിച്ച ലീഷനാണെങ്കിൽ ഇവൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്, അല്ല ഇവിടെ ഇവൾക്ക് എന്താ പരിപാടി എന്നൊക്കെ ആലോചിക്കുന്ന ടൈമിലാണ് സൈ അങ്ങോട്ട് സങ്കടത്തിൽ വരുന്നതും അതും ഒരു മത്തങ്ങയും പിടിച്ചിട്ടോ. ഇത് എവിടുന്ന് കിട്ടി, അല്ല സാധാരണ നിന്റെ കണ്ടിങ്ങനെ തുറച്ചിട്ടാണല്ലോ, ഇതിപ്പോ താഴത്തോട്ട് നോക്കിയിട്ട് നടക്കുന്നത്, എന്ത് പറ്റി, നല്ല സങ്കടത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് ഒരിക്കലും അയാളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതും ആരെ പറ്റിയിട്ടാ താൻ ഈ പറയുന്നതെന്നൊക്കെ ലീഷൻ അവിടെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവള് വീണ്ടും സാഡ് ആയിട്ട് ഇരിക്കുന്നത് കാണുന്ന ലീഷനാണെങ്കിലോ ഇവളെ ചീറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിന് നല്ല തണുപ്പാന്ന് പറഞ്ഞ് ഇവളുടെ മേത്തേക്ക് ഇങ്ങനെ തെറിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ ആദ്യം നൈസായിട്ട് നിർത്താനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ അത് ചെയ്യാതെ വരുമ്പോൾ ഇവളാണെങ്കിൽ ഇവനെ അങ്ങ് മാലർത്തി അടിക്കുന്നുണ്ട്. പിന്നീട് എന്നാലും ഞാൻ അവളെ ചീറപ്പിക്കാനല്ലേ ശ്രമിച്ചെന്ന് പറയുന്ന ലീഷിന്റെ അടുത്തേക്ക് ഇവള് വരുന്നതും ഇവനാണെങ്കിൽ ഡോറ് തുറക്കുന്നില്ല കേട്ടോ. അതെ മോള് നടന്നിട്ട് സോളിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഇവൻ വണ്ടി എടുക്കുന്ന ടൈമിൽ ദേ നിനക്കെൻ്റെ അച്ഛൻ അറിയാലോ നിന്നെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ കൂളായിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ഈ ടൈമിൽ ക്യുചോങ്ങിനെ വിളിക്കുന്ന സൈ ആണെങ്കിൽ ചേച്ചി എനിക്കൊരു ടാക്സി അയക്കേണ്ടതിൽ പൈസയില്ല, ഞാനിപ്പോൾ ഒരു ഗ്രാമത്തിലാണ് ഉള്ളതെന്നൊക്കെ പറയുന്നതും ടാക്സി വിളിച്ച് ഇവള് വരാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, ആരും വിശ്വസിക്കാൻ കഴിയില്ല, ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറയുന്നതും അതിനുശേഷം ഇവളാണെങ്കിൽ ലീഗുനോട് കാര്യം പറയുന്ന ടൈമിൽ ഞാനും വരാമെന്നൊക്കെ ലീഗൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നതും അല്ല താൻ ഇത് ആരുടെ അടുത്തേക്ക് ഇത്രയും ധൃതിപ്പെട്ട് പോകുന്നതെന്ന് ചോദിക്കുന്ന ലീഗുനോട് എനിക്കൊരു കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഈ ബ്രേസ്ലെറ്റ് ആണോ അതോ വാച്ച് ആണോ എന്ന് ചോദിക്കുമ്പോൾ ബ്രേസ്ലെറ്റ് ആണെന്ന് പറയുന്ന ക്യുചോങ് ആണെങ്കിൽ ഞാൻ മാക്സിമം അവളെ അകറ്റി നിർത്താൻ ശ്രമിച്ചു, പക്ഷേ അവളാണ് ഞാൻ വരച്ച വരയുടെ അപ്പുറത്തേക്ക് വന്നതെന്ന് പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ലീഗുനാണെങ്കിൽ താൻ ആരെ പറ്റിയിട്ട് ഈ പറയുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ആകുന്ന ടൈമിൽ സേ ആണെങ്കിൽ എനിക്ക് വീണ്ടും അയാളെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നതും ഇതേ ടൈമിൽ അങ്ങോട്ട് തന്നെ വരുന്ന ലീഗുനാണെങ്കിൽ അല്ല ഇവിടെ മനുഷ്യന്മാരൊന്നുമില്ല, ആരെയും കാണാനില്ല, ഒരു ലൈറ്റ് പോലില്ല എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ പെട്ടെന്ന് കാർ സ്റ്റോപ്പ് ചെയ്യുന്നതും എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന ഇവളോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഇവൻ ഡോറ് തുറന്ന് ഡിക്കി തുറക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ താൻ എന്തിനാ ഡിക്കി തുറക്കുന്നത്, ഞാൻ കണ്ണ് തുറന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന ടൈമിൽ ഹെഡ്ലൈറ്റിൽ ഇവന്റെ മുഖം കാണുമ്പോൾ ഇവള് ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ എന്തോ മൺവെട്ടിയൊക്കെ എടുത്ത് വരുന്നതും ഇവളോട് ഗ്ലാസ് താഴ്ത്താൻ പറയുന്ന ടൈമിൽ അയ്യോ എന്നെ കൊല്ലാനാണെന്നൊക്കെ പറഞ്ഞ് ഇവള് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ എന്താ താൻ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആരെ കുഴിച്ചു മൂടാനാടോ താൻ ഇതൊക്കെ എടുത്തിരിക്കുന്നതെന്ന് പറയുന്ന ക്യുചോങ്ങിനോട് തനിക്ക് എന്താ ഭ്രാന്തുണ്ടോ, ദേ ഒരു മൃഗം ആക്സിഡന്റ് പറ്റി കിടക്കുന്നുണ്ട് അതിനെ കുഴിച്ചു മൂടാനാണെന്ന് പറയുന്നതും ഇവളുടെ പോയ പകുതി ശ്വാസം തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഇവരെ മൃഗത്തിനെ കുഴിച്ചിട്ടതിന് ശേഷം ഇവളാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ലീഗുൻ കാണുന്നത്. അപ്പൊ ലീഗുനാണെങ്കിലും ഞാൻ വിചാരിച്ച പോലെ അല്ലേ തനിക്ക് മൃഗങ്ങളോടൊക്കെ കരുണയുണ്ടെന്ന് അവിടെ പറയുന്നതും സയുടെ കോള് വരുന്നുണ്ട് കേട്ടോ. അതായത് എനിക്കൊരു കാറ് കിട്ടിയെന്ന് പറയുന്നതും അത് ലീഷിന്റെ കാറായിരിക്കും. കാറോ, നീ അങ്ങനെ കണ്ണി കണ്ട ആളുകളുടെ കൂടെ ഒന്നും പോകേണ്ടെന്ന് പറയുന്ന ക്യുചോങ്ങിനോട് എനിക്ക് അറിയാവുന്ന ആളെ ചേച്ചി, അപ്പൊ നമുക്ക് സോളിൽ വെച്ച് കാണാന്ന് പറഞ്ഞ് ഇവൾ കോള് കട്ട് ചെയ്യുന്ന ടൈമിൽ ക്യുചോങ്ങിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ നമുക്ക് സോളിലേക്ക് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ ഇവന് ചിരിയാണ് വരുന്നത്. അതുപോലെ ഇവന് നന്നായി വിശക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലീഗുനും ഇവന്റെ യഥാർത്ഥ ഫസ്റ്റ് ലവ് ആയിട്ടുള്ള സെയും തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ഈ ചാൻസും അവിടെ നഷ്ടപ്പെടുകയാണ്.